പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് സ്റ്റാൻഡേർഡ് 8-ലെ മാത്സിൻ്റെ ചാപ്റ്റർ 1 സ്ക്വയേഴ്സിലെ 2 ക്വസ്റ്റ്യൻസാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ 4.5 ദ ഹോൾ സ്ക്വയർഡ് ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. നമുക്കതിനെ ഈ 4.5 നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലോ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് 4 + 0.5 എന്ന് എഴുതാം. അങ്ങനെ എഴുതാമല്ലോ. 4.5 സ്പ്ലിറ്റ് ചെയ്ത് 4 + 0.5 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാൽ മതി. പക്ഷേ ഇത് കാണാനൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു 0 കൂടെ ഇടും. അപ്പോൾ 0.5 ആക്ച്വലി ഇത് 0.5 തന്നെയാണ്. നമുക്ക് 0 കൂടി ഇടുമ്പോൾ അതല്പം കൂടെ ഒരു വൃത്തിയുണ്ട് കാണാൻ, അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4.5 ഹോൾ സ്ക്വയറല്ലേ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്വയർ നമുക്ക് എഴുതാം 4 + 0.5 ദ ഹോൾ സ്ക്വയർഡ്. അത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 4 കണ്ടോ, അതിൻ്റെ സ്ക്വയർ 4 സ്ക്വയർ. ഓക്കെ, പ്ലസ് ഇട്ടു. ഈ 2 കണ്ടോ, ഈ 2 നമ്മളിവിടെ എഴുതി. ഈ 4 കണ്ടോ, ആ 4 നമ്മളിവിടെ എഴുതി. ഈ 0.5 കണ്ടോ, ആ 0.5 നമ്മളിവിടെ എഴുതി. ക്ലിയർ? എന്നിട്ട് ഇവയെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ ഇട്ടു. പിന്നെ ഇവിടെ ഒന്നിൽ കൂടുതൽ നമ്പറുകൾ വന്നത് കൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തു? ഒരു ബ്രാക്കറ്റ് ഇവിടെ ഇട്ടു. കുഴപ്പമില്ലല്ലോ, ഇടാമല്ലോ. ഓക്കെ, വീണ്ടും പ്ലസ് ഇട്ടു. ഈ 0.5 കണ്ടോ, അതിൻ്റെ ഒരു സ്ക്വയർ കൂടെ നമുക്ക് എടുത്താലോ. 0.55 ദ ഹോൾ സ്ക്വയർ. അത്രയും ക്ലിയർ ആയില്ലേ? 4ൻ്റെ സ്ക്വയർ 16 എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതെഴുതി 16 ഇട്ടു. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ പോയിൻ്റ്, ഇവിടെ ഒരു ഡെസിമൽ ഇല്ല എന്ന് വിചാരിക്കുക, പോയിൻ്റ് ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലോ. 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. 8 × 5 എന്ന് പറയുന്നത് 40 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു 40 എന്ന് എഴുതിയാലോ. അപ്പോൾ നമുക്ക് 40 ആൻസർ കിട്ടി. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഡെസിമൽ കഴിഞ്ഞൊരു നമ്പറില്ലേ? അപ്പോൾ ആൻസറിൽ നമുക്ക് ഡെസിമൽ കഴിഞ്ഞൊരു നമ്പർ ഉണ്ടാകണം. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പർ ഉള്ളത് കൊണ്ട് നമ്മുടെ ആൻസറിലും ഒരു നമ്പറിന് മുമ്പായിട്ട് ഡെസിമൽ ഇട്ടു. അത് നമുക്ക് 4.0 എന്ന് കിട്ടി. 4.0 എന്ന് പറയുന്നത് 4 തന്നെയല്ലേ? അപ്പം നമ്മളിവിടെ 4 എന്ന് എഴുതി. അത്രയും ക്ലിയർ അല്ലേ? പ്ലസ് 0.5ൻ്റെ സ്ക്വയറും കൂടെ കാണണ്ടേ? നിങ്ങൾ നോക്കണ്ടേ, 0.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.5 × 0.5 അല്ലേ? ഇവിടെ നോക്കുക, ഡെസിമൽ കഴിഞ്ഞ് ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറില്ലേ? അപ്പോൾ നമ്മൾ ആ 1 ഇട്ടു. ഇവിടെയും ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറില്ലേ? ആ 1 നമ്പർ ഇട്ടു. എന്നിട്ട് ഇവ 2 നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. അതായത് 2 ഡെസിമൽ നമ്പറുകൾ ആൻസറിൽ ഉണ്ടാകും. നമുക്ക് നോക്കാം. നമുക്ക് ഈ 5 നമുക്ക് ഇനി ഡെസിമലൊക്കെ വിട്ടു. 5 × 5 എത്രയാണ്? 5 × 5 എന്ന് പറയുന്നത് 25 ആണ്. അത്രയും ക്ലിയർ ആണല്ലോ? ഡെസിമൽ ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്താൽ 25 കിട്ടുമല്ലോ. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? 2 അതായത് ഡെസിമൽ ഇവിടെ നമുക്ക് 2 ആണ് കിട്ടിയത്. അത് 2 നമ്പറുകൾക്ക് മുമ്പ് ഡെസിമൽ ഇടണം. ഇവിടെ 2 കിട്ടിയത് കൊണ്ട് 2 നമ്പറുകൾക്ക് മുമ്പ് ഡെസിമൽ എഴുതും. അതായത് 0.25 എന്നാണ് കിട്ടുന്നത്. അത് നമ്മളിവിടെ എഴുതി. ഇവിടെ നമ്മൾ എഴുതി 0.25 എന്ന് എഴുതി. അത്രയും ക്ലിയർ അല്ലേ? ഇത് കഴിഞ്ഞ് ഇവിടെ 16ഉം 4ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. ഇവിടെ ഡെസിമൽ 2.5 അതും ഇട്ടു. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി? 20.25. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റാവും. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? 9.3 ദ ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 9.3 നമ്മൾ 9 + 0.3 എന്ന് എഴുതുന്നു. 0.3യുടെ മുമ്പ് ഒരു 0 ഇടുമ്പോൾ അല്പം കൂടെ ഭംഗിയുള്ളതുകൊണ്ട് ഒരു 0 കൂടെ ഇടുന്നു. അപ്പം 9 + 0.3 ആയി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 9.3യുടെ സ്ക്വയർ നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? 9 + 0.3 ഇതിൻ്റെ ഈ സ്ക്വയർ നമ്മൾ കാണുന്നു. അതായത് ഇതിൻ്റെ സ്ക്വയർ കാണുന്നതിന് പകരം നമ്മൾ ഇതിൻ്റെ സ്ക്വയറാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം 9ൻ്റെ സ്ക്വയർ എഴുതുക, 9 സ്ക്വയർഡ് പ്ലസ് ഇടുക, പിന്നെ ഈ 2 എഴുതുക. ഓക്കെ, ഈ 9 എഴുതുക, പിന്നെ ഈ 0.3 അല്ലെങ്കിൽ 0.3 എഴുതുക. എന്നിട്ട് അവയുടെ ഇടയിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ ഇടുക. ഒന്നിൽ കൂടുതൽ നമ്പറുകൾ വന്നതുകൊണ്ട് ഇവിടെ നമുക്കൊരു ബ്രാക്കറ്റും കൂടെ കൊടുക്കാം, പ്ലസ് ഇടുക. ഇവിടെ 0.3യുടെ സ്ക്വയറും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം 9ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 നമുക്ക് എഴുതാം. ഇവിടെ ഡെസിമൽ ഇല്ല എന്ന് വിചാരിക്കുക. ഡെസിമൽ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ 3 അല്ലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ 2 × 9 എന്ന് പറയുന്നത് 18 ആണ്, അല്ലേ? 18.
18, അതായത് 2 × 9 എന്ന് പറയുന്നത് 18 ആണ്. 2 × 9 18, 18നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 24, 2 3 5, 54 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ നമുക്കിവിടെ 54 ഒന്നെന്ന് എഴുതി വെക്കാം. ഇനി നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറില്ലേ? അപ്പോൾ ഇവിടെയും ഒരു നമ്പറിൻ്റെ മുമ്പ് ഡെസിമൽ ഉണ്ടാകണം. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പർ ഉള്ളത് കൊണ്ട് ആൻസറിലും ഒരു നമ്പറിൻ്റെ മുമ്പ് ഡെസിമൽ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് 5.4 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? പ്ലസ് ഇവിടെ 0.3യുടെ സ്ക്വയർ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കണ്ടേ. 3 × 3 എന്ന് പറയുന്നത് 9 അല്ലേ? ഡെസിമൽ ഇവിടെ ഡെസിമൽ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 3 × 3 എന്ന് പറയുന്നത് 9 അല്ലേ? ഇനി നോക്കുക, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറുണ്ട്, ഇവിടെയും ഡെസിമൽ കഴിഞ്ഞ് ഒരു നമ്പറുണ്ട്. അപ്പോൾ ആകെ ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പറുണ്ട്. അപ്പോൾ ഇവിടെ ആൻസറിലും ഡെസിമൽ കഴിഞ്ഞ് 2 നമ്പർ ഉണ്ടാണ്. ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. ഒരു നമ്പർ ഉള്ളതുകൊണ്ട് നമ്മളൊരു 0 ഇവിടെ ഫ്രണ്ടിലിട്ടു. മനസ്സിലായോ? ബാക്കിലല്ല, ഫ്രണ്ടിൽ. ഇപ്പോൾ നമുക്ക് 2 നമ്പർ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇനി 2 നമ്പർക്ക് മുമ്പ് ഡെസിമൽ വേണ്ടേ? അപ്പോൾ 2 നമ്പർ ഉണ്ടാക്കിയെടുത്തു, ഡെസിമൽ ഇട്ട് ഒരു 0 കൂടെ കൊടുക്കാം. അതായത് ഇവിടെ എന്ത് വരും? 0.09 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കെല്ലാം ഒന്ന് കൂട്ടണ്ടേ? ഇവിടെ ഞാനത് എഴുതി കൂട്ടാം. ആദ്യത്തേത് 81, രണ്ടാമത്തേത് എഴുതുന്നത് ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് 5.4, മൂന്നാമത്തേത് 0.09. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ 0 ഒക്കെ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. എന്താ ഇവിടെയൊക്കെ 0 ഇടാം, അതിലൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. 9 കിട്ടും. ഇവിടെ നമുക്ക് 4 കിട്ടും, ഇവിടെ നമുക്ക് 6 കിട്ടും, ഇവിടെ നമുക്ക് 8 കിട്ടും. നമ്മുടെ ആൻസർ എത്രയാണ്? 86.49. എങ്ങനെയാണ്? 86.49. ചിലരെല്ലാം വായിക്കാറുണ്ട് 86.49. അത് തെറ്റാണ്. എങ്ങനെ വായിക്കണം? 86.49 ഡെസിമൽ ഉള്ളത് കൊണ്ടാണ്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ.